US-ഇറാൻ കരാറിന് തൊട്ടു മുൻപ് ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ അന്തിമഘട്ടത്തിലാണ്. ഞായറാഴ്ച കരാർ അന്തിമമാക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചു. ആ സാഹചര്യത്തിലാണ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഞായറാഴ്ച ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. ബെയ്റൂട്ടിന് മുകളിൽ വലിയ പുകപടലങ്ങൾ കാണപ്പെട്ടു. ബെയ്റൂട്ടിലെ ദാഹിയ പ്രദേശത്തെ ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു. ഇസ്രായേൽ സ്വന്തം മണ്ണിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒരിക്കലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതി. ഒരാഴ്ച മുൻപ് ഇസ്രായേൽ ബെയ്റൂട്ടിലെ ഇതേ പ്രദേശങ്ങൾ ആക്രമിച്ചിരുന്നു. മറുപടിയായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തു. ഈ ചക്രം തുടരുന്നു. ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇറാൻ പ്രതികാരം ചെയ്യുന്നു. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായും അതുകൊണ്ടാണ് ഈ പ്രതികാര നടപടി സ്വീകരിച്ചതെന്നും ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസും പറയുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ പ്രധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും ഒരു വെടിനിർത്തൽ കരാറിലെത്താൻ ശ്രമിക്കുകയാണ്. എന്നിരുന്നാലും ലെബനനിലെ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ഞങ്ങൾ ഒരു കരാറും അംഗീകരിക്കില്ല എന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കാര്യം ഇതാണ്: അമേരിക്ക ഇറാനുമായി ഒരു കരാർ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇസ്രായേൽ തുടർച്ചയായി ലെബനനെ ആക്രമിക്കുന്നു. ഇറാൻ കോപിക്കുകയും കരാർ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്രായേൽ ബെയ്റൂട്ടിനെ ആക്രമിക്കുമ്പോഴെല്ലാം ഇറാൻ പ്രതികാരം ചെയ്യും. ഓരോ പ്രതികാര നടപടിയും യുദ്ധത്തെ കൂടുതൽ വഷളാക്കുന്നു. തൽഫലമായി US-ഇറാൻ കരാറിന്റെ ഭാവിയും ഇരുളടഞ്ഞതാണ്. അതേസമയം സമാധാന കരാറിനെ ചൊല്ലി US-ഉം ഇറാനും തമ്മിൽ മാസങ്ങളായി തുടർന്ന സംഘർഷം അവസാനിക്കുന്നതിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ആണവ പദ്ധതി മുതൽ എണ്ണ വ്യാപാരം, ഹോർമുസ് കടലിടുക്ക്, US-ൽ മരവിപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ തുടങ്ങി നിരവധി പ്രധാന വിഷയങ്ങളിൽ ധാരണയായതായി അവകാശപ്പെടുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർദ്ദിഷ്ട സമാധാന കരാറിന്റെ കരട് പുറത്തിറങ്ങിയിരുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് നിർദ്ദിഷ്ട കരാർ പ്രകാരം ആണവായുധങ്ങൾ വികസിപ്പിക്കുകയോ മറ്റു മാർഗങ്ങളിലൂടെ അവ സ്വന്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ലെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് US-ന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ്. കരട് പ്രകാരം ഇറാന്റെ ഉയർന്ന അളവിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണ നിലയും കുറയ്ക്കും. എന്നിരുന്നാലും ഈ പ്രക്രിയയുടെ വിശദാംശങ്ങൾ ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഇരുപക്ഷവും സാങ്കേതിക ചട്ടക്കൂടിന് അന്തിമ രൂപം നൽകും. ഫണ്ടുകളെ കുറിച്ചാണ്. ഏകദേശം $25 ബില്യൺ മരവിപ്പിച്ച ഫണ്ടുകൾ പുറത്തിറക്കാൻ US സമ്മതിച്ചതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. നേരിട്ടുള്ള പണക്കൈമാറ്റം, പ്രാദേശിക രാജ്യങ്ങളുമായുള്ള സഹകരണം, സാമ്പത്തിക ക്രെഡിറ്റ് ലൈനുകൾ തുടങ്ങിയ ക്രമീകരണങ്ങൾ ഇതിൽ ഉൾപ്പെടാം. കൂടാതെ ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എണ്ണ ഉപരോധങ്ങളിൽ US താൽക്കാലികമായി ഇളവ് വരുത്തും. ഇത് ഇറാൻ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വീണ്ടും വിൽക്കാനും വരുമാനം നിലനിർത്താനും അനുവദിക്കും. വർഷങ്ങളായി പാശ്ചാത്യ ഉപരോധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ നീക്കം കാര്യമായ ആശ്വാസം നൽകുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കും ഈ കരാറിൽ ഉൾപ്പെടുന്നു. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. നിർദ്ദിഷ്ട കരാർ പ്രകാരം ഇറാൻ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കും തുറന്നു കൊടുക്കും. പകരമായി ഇറാനിയൻ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം US പിൻവലിക്കും. ഈ കരാർ നടപ്പിലാക്കിയാൽ ആഗോള ഊർജ്ജ വിപണിക്കും ആശ്വാസം ലഭിക്കും. ഹോർമുസ് കടലിലെ സംഘർഷങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എണ്ണ വിലയിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നിക്ഷേപകരും ഊർജ്ജ കമ്പനികളും ഈ കരാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കരാറിനെ കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായി വ്യക്തതയില്ല. ഞായറാഴ്ച കരാറിൽ ഒപ്പുവയ്ക്കാൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം ഇലക്ട്രോണിക് മാർഗങ്ങൾ വഴി ഒപ്പുവയ്ക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അതിനുശേഷം സാങ്കേതിക ചർച്ചകൾ ആരംഭിക്കുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. എന്നാൽ മറുവശത്ത് ഇറാനിയൻ കരാറിനോടുള്ള എതിർപ്പും കാണപ്പെടുന്നു. തീവ്ര ഗ്രൂപ്പുകളും ചില രാഷ്ട്രീയ വിഭാഗങ്ങളും കരാറിന്റെ സമയക്രമത്തെയും നിബന്ധനകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. US-നെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്ന് വാദിക്കുന്നു. ഈ കരട് കരാർ ഇതുവരെ അന്തിമ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എന്നാൽ ഇരുപക്ഷവും ഇതിന് സമ്മതിച്ചാൽ സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ നയതന്ത്ര മുന്നേറ്റങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടും. ഇത് US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുക മാത്രമല്ല, ആഗോള ഊർജ്ജ വിപണികളിലും സമുദ്ര വ്യാപാരത്തിലും പ്രാദേശിക സുരക്ഷയിലും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.